ഇന്ന് അംബേദ്കറുടെ ചരമവാർഷിക ദിനമാണ്. 68ാം ചരമവാർഷിക ദിനം. അതെ, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ സാഹിബിൻ്റെ 68ാമത് സ്മൃതി ദിനമാണ് ഇന്ന്. അതുകൊണ്ട് എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ വലിയ ഫീച്ചറുകൾ ഓരോ പത്രങ്ങളിലും ഉണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് എത്രത്തോളം അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പുതിയ തലമുറയിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും, എന്താ പറയുക, പക്ഷേ അക്ഷരാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ്. സ്കൂളിൽ പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും. ക്ലാസ്സുകളിൽ 8ഓ 9ഓ ക്ലാസ്സുകളിൽ പാഠപുസ്തകങ്ങളിലുണ്ട്. അദ്ദേഹം വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യം, പഠിക്കാൻ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ജാതിയുടെ വിവേചനം, അതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ BR അംബേദ്കർ എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞാലും ഞങ്ങൾ കുട്ടിക്കാലം മുതലേ പഠിക്കാനും എല്ലാം ഉള്ള ഒരു വിഷയമാണ് BR അംബേദ്കർ. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന, നമ്മുടെ നിയമങ്ങൾ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ എന്ത് പ്രക്ഷോഭങ്ങളിപ്പോൾ പാർലമെൻറ്റിലാണെങ്കിലൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മനോരമയും ദേശാഭിമാനി എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാ പത്രങ്ങളിലും അതൊരു ഫീച്ചറായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഭരണഘടനയുടെ വഴികാട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഗാന്ധിജിയോ അടക്കമുള്ള നേതാക്കളോടുമുള്ള വിയോജിപ്പുകൾ അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. അതായത് ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് എല്ലാ കാലത്തും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വ്യത്യസ്തനാവുന്നത്. മഹാത്മാഗാന്ധിയോട് അടക്കമുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം. കാരണം അന്നത്തെ കാലത്ത് മഹാത്മാഗാന്ധിക്കെതിരെ ഒന്നും ഒരു നെഗറ്റീവ് പോലും ഒരാളും പറയാൻ പറ്റാത്തൊരു കാലമാണ്. ആ കാലത്താണ് തൻ്റെ വിയോജിപ്പുകൾ, അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനതയെ വിട്ടുകൊടുക്കാത്തതിലായാലും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആർക്കു മുന്നിലും വഴങ്ങിക്കൊടുക്കാത്ത ഒരു ധീരനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം വിദേശത്ത് പഠിച്ച ഒരാളാണ്. വിദേശത്ത് പഠിക്കാൻ അവസരം ഒരുക്കിയതും ബറോഡ മഹാരാജാവാണ്. US കൊളംബിയ സർവകലാശാല, UK ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് തുടങ്ങിയ എണ്ണം പറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിച്ചു. പൊളിറ്റിക്സിലും ഇക്കണോമിക്സിലും നിയമത്തിലുമെല്ലാം അഗാധമായ അറിവും ഒപ്പം ബിരുദങ്ങളും നേടി. ബെർട്രാൻഡ് റസലിനെയും എഡ്മണ്ട് ബെർക്കിനെയും ജോൺ സ്റ്റുവർട്ട് മില്ലിനെയും പോലുള്ളവരെ അവരുടെയൊക്കെ ആശയങ്ങൾ അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് ജാതിപരമായ ചില മുന്നേറ്റങ്ങളിലാണ്. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അംബേദ്കറെ ബറോഡയുടെ ധനകാര്യമന്ത്രിയാക്കാൻ രാജാവ് ആഗ്രഹിച്ചിരുന്നെങ്കിലും ആദ്യപടിയായി മിലിറ്ററി സെക്രട്ടറിയുടെ ചുമതലയാണ് ഏൽപ്പിച്ചത്. ജാതി വ്യവസ്ഥയുടെ ഭീകരത അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. ജാതി ശ്രേണിയിൽ മുകളിലുള്ള കീഴുദ്യോഗസ്ഥർ ഔദ്യോഗിക രേഖകളും മറ്റും അംബേദ്കറുടെ ഡെസ്കിലേക്ക് വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് ജാതിയെ നിർമൂലനം ചെയ്യാനാകില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബോംബെയിൽ തിരക്കിട്ട അഭിഭാഷക വൃത്തിക്കൊപ്പം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ദളിതരെ സംഘടിപ്പിക്കുക, അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക, ഇതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവരുടെ ഉന്നമനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. ബഹിഷ്കൃത ഹിതകാരിണി സഭയെന്ന സംഘടന സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഇന്ന് കിട്ടുന്ന എല്ലാ സംവരണങ്ങൾക്ക് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കൈയാണ് ഡോക്ടർ BR അംബേദ്കർ. ഒരു തലമുറ അല്ലെങ്കിൽ ഒരു ജനറേഷൻ, ഇനി വരുന്ന ഒരുപാട് ജനറേഷനുകൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും ഇന്നും പഠന വിഷയമാക്കേണ്ടത് തന്നെയാണ്. ഇന്നും അദ്ദേഹം ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണവും അദ്ദേഹത്തിൻ്റെ ഈ മഹത്വമാണ്.